നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് BPL കൂട്ടുപാതയിലാണ്. ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ മലമ്പുഴ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയും അതുപോലെ കോൺഗ്രസ് നേതാവുമായ ശ്രീ A. സുരേഷ് അദ്ദേഹത്തെ ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ വരാനുള്ള പ്രത്യേക കാരണം അദ്ദേഹം ഒരു വാർത്ത കൊടുത്തിരുന്നു. നെല്ല് സംഭരണം ബന്ധപ്പെട്ട് അത് കാര്യക്ഷമമാക്കുക, എത്രയും പെട്ടെന്ന് അത് സുഗമമായി നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. സുരേഷ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇന്നലെ ഒരു പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു, നെല്ല് സംഭരണം സുഗമമാക്കുക, അതായത് അതിനു മുമ്പ് തന്നെ മില്ലുടമകളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടൊരു താങ്കളൊരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങളാണ് താങ്കളെ ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. അതിനൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ, എന്താണുള്ളത് എന്ന്? തീർച്ചയായിട്ടും പാലക്കാട് ജില്ല കാർഷിക പ്രാധാന്യമുള്ള ജില്ലയാണ്. സ്വാഭാവികമായിട്ടും നെൽകൃഷിയാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത്. കൃഷി ചെയ്ത നെല്ല് സമയത്തിന് സംഭരിക്കാത്തൊരവസ്ഥയാണ് പാലക്കാടുള്ളത്. സംഭരിച്ചാൽ തന്നെ കൃത്യസമയത്ത് വില കൊടുക്കാൻ, നെല്ലിന് കർഷകർക്ക് വില കൊടുക്കാൻ പറ്റാത്ത ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. കൃഷിക്കാർ വല്ലവിധേനയും നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ കെട്ടുതാലിയും അതുപോലെ തന്നെ ഒക്കെ പണയം വെച്ച്, സ്വർണ്ണം മുഴുവൻ പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും കൃഷി ഇറക്കുക. ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ TRS എടുത്ത് അതിനുശേഷം അത് ലോണാക്കി മാറ്റുക. കൃഷിക്കാർക്ക് തങ്ങളുടെ വിറ്റ നെല്ലിന് കാശ് കിട്ടാൻ ലോണാക്കി മാറ്റുന്ന ഒരു പ്രവണത അത്ഭുതകരമായ പ്രവണതയാണ്. അത് ആദ്യം എടുത്ത് മാറ്റണം. കാരണം ഇവർ ലോൺ എടുത്ത ആളുകളായി മാറുകയാണ്. പിന്നീട് സംഭരിച്ച വില കിട്ടാത്ത അവസ്ഥ, ഒരു കടക്കാരാവുകയാണ്. അത് സിബിൽ സ്കോറിനെ ഉൾപ്പെടെ ബാധിക്കും. അത് ഞാൻ കൃത്യമായി കർഷകരോട് മനസ്സിലാക്കി, അവരോട് ചർച്ച ചെയ്ത് അവരുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു നിവേദനം തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ മുഴുവൻ ദുരിതം അതിൽ സ്പഷ്ടമായി വളരെ ഷോർട്ടായിട്ട് അത് എഴുതി മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി അതിന് ഇടപെടാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ സപ്ലൈകോ അനൂപ് ജേക്കബ് മിനിസ്റ്ററോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കൃഷിമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൽ ഇടപെടാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും ഇതിനു മുമ്പ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, കർഷകർ വളരെ ഒരു ദുരിതത്തിലല്ലേ, അതല്ല. അപ്പോൾ അതിനൊരു പരിഹാരം കാണും. അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കർഷകർ വല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ തന്നെ നമുക്കറിയാം, പാലക്കാട് നിന്നുള്ള സുമേഷ് അച്യുതൻ ഉൾപ്പെടെ, രമേശ് പിഷാരടി ഉൾപ്പെടെ, VT ബൽറാം ഉൾപ്പെടെ ഈ 3 MLA കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ആ കാര്യങ്ങൾ ബോധ്യമായി. അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ വിഷയം നമുക്ക് ഏറ്റെടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. കൃഷിക്കാർ അനാഥരായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ അവർ സനാഥരായിരിക്കുന്നു. ഈ ഗവൺമെൻറ് അവരെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 MLA ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അസംബ്ലിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചും അവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് കൃഷിക്കാരെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്കൾ അതിൽ ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ശക്തമായി ഇടപെടുകയും മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. PRS കൊടുത്ത് ഇപ്പോൾ പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമല്ല ഞങ്ങൾ പറയുന്നത്. ശാശ്വതമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം. കൃത്യമായിട്ട് നമ്മളെ സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് അവരുടെ മുഖേന ഇത് നെല്ലെടുക്കണം. ഇതിപ്പോൾ ഇവർ മില്ലുടമകളായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. കരാറിൽ ഏർപ്പെടുമ്പോൾ മെയ് മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് താങ്ങുവില പ്രഖ്യാപിക്കുകയാണ്. കേരളം പ്രഖ്യാപിക്കുന്നത് ജൂലൈ മാസത്തിലേക്കാണ്. അതായത് അങ്ങനെ ഒരു അവസ്ഥ പാടില്ല. നെല്ലെടുത്ത ഉടനെ, ഞങ്ങളുടെ ആവശ്യം നെല്ലെടുത്ത ഉടനെ 3 ദിവസം കൊണ്ട് പൈസ കിട്ടണം. എത്രയും പെട്ടെന്ന് നെല്ലെടുത്ത ഉടനെ പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നെല്ല് കൊണ്ടുപോയി ഇപ്പം ഞാൻ പറയാം, കൃഷി ചെയ്തു കൊയ്തെടുത്ത നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും. ആ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കർഷകർ പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്താൽ നെല്ല് മുഴുവൻ നനയാണ്. ഇനി അഥവാ മഴ പെയ്തില്ലെങ്കിൽ കൂട്ടിയിട്ട നെല്ല് ഈർപ്പം വന്നു കഴിഞ്ഞാൽ മുളയ്ക്കും, പിന്നെ അതൊന്നിനും കൊള്ളില്ല. അങ്ങനെ പാലക്കാടിൻ്റെ കർഷകരുടെ ദുരിതം പറഞ്ഞു തീരാത്ത ദുരിതമാണ്. ആ ദുരിതത്തിന് അറുതി വരുത്തണം. ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം. ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. ഉറപ്പ് നൽകിയാൽ ആ മുഖ്യമന്ത്രി വാഗ്ദാനം പാലിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഉറപ്പ് പാലിക്കും. ഉറപ്പായിട്ടും പാലക്കാട് കർഷകർക്ക് ആശ്വാസം ഉണ്ടാവും. എന്നാൽ ഇപ്രാവശ്യം കർഷകരുടെ ദുരിതത്തിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് വന്നതോടുകൂടി കർഷകർക്ക് ഒരു ആശ്വാസമായി, അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഈ ഗവൺമെൻറ് കൈവിടില്ല. അല്ല, വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി കർഷകരുമായി സംസാരിക്കാൻ, അല്ല, അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ അദ്ദേഹം അതിന് ഇടപെടും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ താങ്കളും കർഷകർക്ക് തീർച്ചയായിട്ടും കർഷകരുടെ ഞാനുണ്ടാവും.
എന്തായാലും നമുക്കെന്തോ പ്രതീക്ഷിക്കാം അല്ല ശുഭപ്രതീക്ഷ, നല്ല പ്രതീക്ഷിക്കാം. ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കർഷകർക്കും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നല്ല നിലയ്ക്ക് അത് നമുക്ക് കർഷകർക്ക് ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നന്ദി. നമുക്ക് എന്തായാലും ഞാനും അങ്ങനെ ഒരു ആശംസിക്കുന്നു. എന്നാൽ സുരേഷ് ചേട്ടൻ ഇതുപോലെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇനി അവസരങ്ങൾ ഉണ്ടാകട്ടെ. ജനങ്ങൾക്കൊപ്പം നിൽക്കാനെല്ലാം, അതുപോലെ തന്നെ കർഷകർക്കൊപ്പം മാത്രമല്ല ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള താങ്കൾക്കൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. നമസ്കാരം. എന്തായാലും അദ്ദേഹം ഇതിൽ കർഷകർക്കൊപ്പം തന്നെ ശക്തമായി നിലനിൽക്കും. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിക്ക് അത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇതിൽ ശക്തമായി തന്നെ ഇടപെടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രതീക്ഷ. അതുപോലെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഇനി മുതൽ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു ബാധ്യതകളോ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം സുരേഷ് ചേട്ടൻ എന്നോട് സംസാരിച്ചത്. എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ശരിയാകട്ടെ. അതുപോലെ തന്നെ സുരേഷ് ചേട്ടന് ജനങ്ങൾക്കൊപ്പം നിൽക്കാനും അവരോട് കർഷകരോട് മാത്രമല്ല ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഒരു അവസരം ഉണ്ടാകട്ടെ. ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും